ആരാണ് അനന്ത് കെ തമ്പി എന്ന് അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹമാണ് പറഞ്ഞത്. കഴിഞ്ഞ 16 വർഷമായി BJPക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് അനന്ത് കെ തമ്പി ആരായിരുന്നു, അദ്ദേഹം എന്തൊക്കെയാണ് BJPക്ക് വേണ്ടി ചെയ്തതെന്ന് ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ നേതാക്കൾ ഈ ഒരു മരണഘട്ടത്തിലും ആത്മഹത്യയുടെ ഘട്ടത്തിലും ആനന്ദിനെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതേ അനുഭവം തനിക്കുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത് MS കുമാറാണ്. അതും തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിർമ്മല അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാനും ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇതാ നോക്കൂ, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ശാലിനിയുടെ ആത്മഹത്യാശ്രമം. അതും മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല. കാരണം വിശ്വസിച്ചിരുന്ന പാർട്ടി കൈവിടുക എന്ന് പറയുന്നതിലും അതിലും വലിയ മനോവിഷമം മറ്റൊന്നുണ്ടാകില്ല ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടിയിൽ തന്നെ BJP എത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്നതാണ്. കാരണം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരാണെങ്കിൽ ഇങ്ങനൊരു മരണത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തില്ല. കാരണം ആരാണ് ആനന്ദ് എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ചോദിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി BJPക്ക് ശക്തി പകരുന്ന RSSന്റെയും BJPയുടെയും പ്രവർത്തനത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല എന്നതാണ്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആണെങ്കിൽ ഈ പരാതിയിലേക്ക് പോകില്ല. കാരണം MS കുമാർ അടക്കമുള്ള നേതാക്കൾ, MS കുമാർ മാത്രമല്ല പല നേതാക്കളും ഇക്കാര്യങ്ങളിൽ നമ്മളോടക്കം പറയാതെ പറയുന്നത് മുൻപ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപ് തിരുമല അനിൽ എങ്ങനെയാണ് BJP ലീഡർഷിപ്പിനുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളിലുള്ള ഒറ്റപ്പെട്ട അവസ്ഥയിൽ മരണം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്, സമാനമായി പല BJP നേതൃത്വം നൽകുന്ന പല ബാങ്കുകളിലും സമാനമായ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിലും തിരുവനന്തപുരത്ത്, ആ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്ത് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ബാങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി. സാമ്പത്തികമായി പ്രതിസന്ധി ആവുകയും അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലെത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം K. സുരേന്ദ്രനെ സമീപിക്കുകയും വളരെ ദയനീയ അവസ്ഥയാണ് എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് K. സുരേന്ദ്രനും അന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V. മുരളീധരനും, അവർ ഇപ്പോൾ പരസ്യമായി നിഷേധിക്കുമായിരിക്കും, അവർ ചേർന്ന് BJP RSS ലീഡർഷിപ്പുമായി ഇക്കാര്യങ്ങൾ പറയുകയും BJP നേതാക്കൾ എടുത്തിട്ടുള്ള വായ്പകൾ എത്രയും വേഗം തിരിച്ചടയ്ക്കാനുള്ള സമീപനം ഉണ്ടാക്കുകയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി, പട്ടിക തയ്യാറാക്കി വലിയ തരത്തിലുള്ള തുകയുള്ളവരെ തിരിച്ചടപ്പിക്കുകയും അങ്ങനെ ആ നേതാവിനെ തൽക്കാലം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ തിരുമലയിൽ തനിക്ക് കിട്ടാനുള്ള, അതായത് താൻ പ്രതികരിക്കുന്ന, താൻ പ്രസിഡന്റായ ബാങ്കിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ തുക ലഭിക്കാനുള്ള BJP കൗൺസിലർമാരടക്കമുള്ള ഒരു പട്ടിക തയ്യാറാക്കി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടിരുന്നു എന്നതാണ്. ആ കാണുന്ന ഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് കൂടി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നാൽ BJP സംസ്ഥാന അധ്യക്ഷന് ഒപ്പമുണ്ടായിരുന്നു. ഈ പട്ടിക സംബന്ധിച്ച് തിരുമല അനിൽ പറയുമ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളയുകയും സ്വന്തമായി ഏറ്റെടുത്ത ബാധ്യതകൾ BJP സംസ്ഥാന ഘടകം ഏറ്റെടുക്കില്ല എന്നും BJPക്ക് ഇതിനകത്ത് ബാധ്യതയില്ല എന്ന് അവർ മറുപടി നൽകുകയും ചെയ്തു. ഇതാണ് തിരുമല അനിലിൻ്റെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ R. കുറുപ്പിനോട് ഇത്തരത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട തിരുമല അനിൽ നടത്തിയ സാമ്പത്തികമായി ബന്ധപ്പെട്ട ബാധ്യതയ്ക്ക് BJPക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ല എന്ന് ബാങ്കിൻ്റെ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാങ്കിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി ഒറ്റപ്പെടുന്നു, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി ഒറ്റപ്പെടുന്നു. ഒപ്പം തന്നെ RSS BJP സംസ്ഥാന ഘടകം പൂർണ്ണമായി അദ്ദേഹത്തെ കൈവടിയുകയും ചെയ്യുന്നു. തുടർന്നാണ് തിരുമല അനിൽ ഒരു തരത്തിലുള്ള ആശ്രയവുമില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിന് നിഷേധിക്കാം. പക്ഷേ വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP ഇതുമായി അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹത്തിനൊപ്പം സന്തത സഹചാരികളായിരുന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ വിവരങ്ങളാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈരളി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്നത്. സമാനമായ അനുഭവങ്ങൾ BJPയുടെ പല നേതാക്കൾക്കും ഉണ്ടാകുന്നു. BJPയുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ മാനിക്കാനും അവരുടെ നിലവിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേട്ടറിയാനും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനോ BJPയുടെ സംസ്ഥാന ഘടകം തയ്യാറാകുന്നില്ല. കാരണം BJPയുടെ സംസ്ഥാന ഘടകത്തിൽ ഒരു വിഭാഗം മാത്രം പിടിമുറുക്കുകയും നേരത്തെ ജനകീയമായി ബന്ധമുണ്ടായ നേതാക്കൾ പിൻവലിയുകയും ചെയ്തു. അത് രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷമാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത്. തുടരെ ഉണ്ടാകുന്ന ആത്മഹത്യാ ശ്രമങ്ങളിലും BJPയുടെ സംസ്ഥാന ഘടകം, സംസ്ഥാന ലീഡർഷിപ്പ് സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള അതൃപ്തി MS കുമാർ എന്ന് പറയുന്ന ഒരാളല്ല. MS കുമാറിനെ പോലെ BJPയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ BJPയെ സംസ്ഥാനത്ത് നയിച്ചിരുന്ന
പല നേതാക്കളും BJPയുടെ പുതിയ ലീഡർഷിപ്പിൻ്റെ സമീപനങ്ങൾക്കെതിരെ വലിയ തരത്തിൽ അതൃപ്തിയും രോഷവുമുണ്ട്. അവർ ചിലർ ഫേസ്ബുക്ക് പോസ്റ്റിലും സ്വകാര്യമായും അല്ലാതെയൊക്കെ പറയുന്നു. പരസ്യമായി പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തങ്ങൾ BJPക്കൊപ്പം ലീഡർഷിപ്പിൻ്റെ ഭാഗമായി നിന്ന നേതാക്കളാണ്. അതുകൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണ്ട എന്ന് കരുതിയാണ് പല നേതാക്കളും പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്.